ഹലോ, അപ്പോൾ കണ്ണൂർ സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയെടുക്കുക. അതെല്ലാവർക്കും അറിയായിരിക്കൂലേ, ഒറോട്ടിക്ക് ഉണ്ടാക്കുന്ന പൊടിയൊക്കെ. അത് പച്ചവെള്ളത്തിൽ കുഴക്കുന്ന രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പത്തിരിപ്പൊടി എടുക്കാറ്. അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കുന്നത് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം. അതിലേക്ക് ഉപ്പ് പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഒറോട്ടിൻ്റെ സെയിം സംഭവം തന്നെ, പക്ഷേ കുറച്ചൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒറോട്ടി കല്ല് എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം. ഓരോ ഉരുളകളാക്കി അതിലേക്ക് പരത്തി വെക്കുക. ഞാൻ ഓടിൽ വെച്ചിട്ട് തന്നെയാണ് കൈ കൊണ്ട് പരത്താറുള്ളത്. അപ്പോൾ ഓരോന്ന് ചെറുതായി ആക്കണം. അപ്പോൾ നല്ല ഒറോട്ടിൻ്റെ പോലെ വീതിയോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ സാധാരണ കുറച്ച് ചെറിയ ഒറോട്ടിയില്ലേ, കുറച്ച് തടിച്ചിട്ടുള്ള അതുപോലെയാണ് ആക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി സൈഡിൽ മാറ്റി വെക്കുക. നടുക്കുന്ന് പരത്തുക, എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു ഓട്ടുമ്മൽ നമുക്ക് ഒരു 9, വലിയ ഓടാണെങ്കിൽ 9, ഇല്ലെങ്കിൽ ഒരു 7 അങ്ങനെയൊക്കെ ഇടാൻ പറ്റും. നമ്മുടെ കണ്ണൂർക്കാരെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്നൊക്കെ പറയുമ്പോൾ അധികം ഉണ്ടാകുക ഇത് തന്നെയാണ്. ഒറോട്ടി തന്നെയാണ് അധികം ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ലോണം ചുട്ടെടുക്കുക. ചെറിയൊരു കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അത് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് 1/2 kg ഏതായാലും മതി. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, സവാള അങ്ങനെ അരിഞ്ഞത് ചേർത്ത് നല്ലോണം വഴറ്റുക ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും ചേർക്കുക. ചെറിയൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് മാറ്റുക. പിന്നെ ഒരു ട്രേ എടുത്ത് അതിലേക്ക് ഒറോട്ടി നിരത്തി കൊടുക്കുക. ഒറോട്ടി എന്നല്ല, വട്ടപ്പത്തിരി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ സെയിം സംഭവം തന്നെ, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ആക്കി വെക്കണം അപ്പോഴത്തേക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനും കറി ലീവ്സും കൂടി അതിലേക്ക് ഇടുക. അതെല്ലായിടത്തേക്കും മിക്സ് ആക്കുക. ഇങ്ങനെയാണ് പുതിയാപ്പിളമാർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളെ വട്ടപ്പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു.